ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൻ്റെ ഭാഗമായി VVPAT സംബന്ധിച്ച് നിർണായകമായ 4-5 ചോദ്യങ്ങൾ സുപ്രീം കോടതി പോൾ അധികാരികളോട് ചോദിച്ചു. അത് കോടതിക്ക് പുറത്തുമുള്ള ജനങ്ങൾക്ക് ബോധ്യപ്പെടാനുള്ള സംശയ നിവാരണമാണ്. അതിൽ വ്യക്തത വേണം. ആ വ്യക്തത ഉറപ്പുവരുത്തുന്നതിലൂടെ മറ്റൊന്നും EVM മിഷനിൽ സംഭവിക്കില്ലെന്ന് വോട്ട് ചെയ്യുന്ന ഇന്ത്യൻ വോട്ടർമാർക്ക് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെടുന്നതിലൂടെ മാത്രമേ സുതാര്യവും ജനാധിപത്യപരവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനാവൂ എന്ന് സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും ചേരുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. രാജ്യത്തെല്ലാവരും ആശങ്ക ഉയർത്തുന്ന ഒന്നാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. അതിനകത്ത് തിരിമറി സാധ്യമാണെന്നും എന്നാൽ അത് സാധ്യമല്ലെന്ന് ഇലക്ഷൻ കമ്മീഷനും കഴിഞ്ഞ കുറേ നാളുകളായി നിലപാടെടുത്തു പോരുകയാണ്. അതിലെ സാങ്കേതിക തകരാറുകളും പിഴവുകളും അടക്കമുള്ള വിഷയങ്ങളുള്ളതുകൊണ്ട് പല ഈ വികസിത രാജ്യങ്ങൾ പോലും ഇപ്പോഴും EVM ഉപയോഗിക്കുന്നില്ലെന്നും അവരൊക്കെയും പേപ്പർ ബാലറ്റാണ് ഉപയോഗിക്കുന്നതെന്നും അത്രയും കൃത്യതയും വ്യക്തതയും EVMനില്ലെന്നുമുള്ളതാണ് അതിനെ എതിർക്കുന്നവരുടെ വാദം. കാരണം പല സ്ഥലങ്ങളിലുമുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ EVM ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന പല വാർത്തകളും സൃഷ്ടിക്കുന്ന ആശങ്കകളുടെ അടിസ്ഥാനത്തിലാണ് അതിനെ സംബന്ധിച്ച് ഇത്തരമൊരു വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. 1-2 തവണ സുപ്രീം കോടതി ഇത് പരിഗണിച്ച് തള്ളിയതാണെങ്കിലും വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ കോടതിക്ക് തന്നെ ഇത് വ്യക്തത വരുത്തേണ്ടത് ആവശ്യമായതുകൊണ്ട് ഈ കേസ് പരിഗണിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിന്മേൽ വാദങ്ങൾ നടക്കുകയായിരുന്നു. ഈ വാദങ്ങളുടെ ഒടുവിലാണ് വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് നിർണായകമായ ചില ചോദ്യങ്ങൾ ഈ ബെഞ്ച് പോൾ ഓഫീസർമാരോട് ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചത്. ഒന്ന്, മൈക്രോ കൺട്രോളർ ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ ദ കൺട്രോളിംഗ് യൂണിറ്റ് ഓർ ദ VVPAT. അതായത് മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൺട്രോളിംഗ് യൂണിറ്റിലാണോ അല്ലെങ്കിൽ VVPATലാണോ. 2, മൈക്രോ കൺട്രോളർ ഈസ് വൺ ടൈം പ്രോഗ്രാമബിൾ. ഈ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഒരു തവണ മാത്രം പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്നതാണോ അതോ വീണ്ടും അതിനെ പ്രോഗ്രാം ചെയ്യാൻ കഴിയുമോ. 3, സിമ്പിൾ ലോഡിംഗ് യൂണിറ്റ്സ് ഹൗ മെനി ആർ അവൈലബിൾ വിത്ത് ദ ഇലക്ഷൻ കമ്മീഷൻ. ഈ സിമ്പിൾ ലോഡ് ചെയ്യുന്ന യൂണിറ്റുകൾ അത് എത്ര എണ്ണം ഇലക്ഷൻ കമ്മീഷനിൽ അവൈലബിൾ ആണ്. 4, ലിമിറ്റേഷൻ പീരീഡ് ഫോർ ഫയലിംഗ് ഇലക്ഷൻ പെറ്റീഷൻ ഈസ് 30 days യു സെഡ് ആൻഡ് സോ സ്റ്റോറേജ് ആൻഡ് റെക്കോർഡ് ഈസ് മെയിൻറ്റെയിൻ ഫോർ 45 days ബട്ട് ലിമിറ്റേഷൻ ഡേ ഈസ് 45 days. യു ഹാവ് ടു കറക്റ്റ് ഇറ്റ്. നിങ്ങൾ പറഞ്ഞത് ഇത് ശേഖരിച്ചു വെക്കാൻ കഴിയുന്നത് 30 ദിവസത്തിനകമാണ്. എന്നാൽ സ്റ്റോറേജ് റെക്കോർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് 45 ദിവസമാണ്. പക്ഷേ ആ 30 ദിവസത്തിനകം ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യണമെന്നും എന്നാൽ ലിമിറ്റേഷൻ ഡേ 45 ദിവസമാണെന്നും പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? അത് വിശദീകരിക്കണം, കറക്റ്റ് ചെയ്യണം. ഈ ക്ലാരിഫിക്കേഷനുകൾ ബന്ധപ്പെട്ട ഓഫീസർമാർ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സുപ്രീം കോടതിയിൽ ഹാജരായി വിശദീകരിക്കണമെന്നാണ് അവരുടെ ആവശ്യം. സീനിയർ അഡ്വക്കേറ്റ് മനീന്ദർ സിംഗ് ആണ് പോൾ പാനലിന് വേണ്ടി ഹാജരാകുന്നത്. അദ്ദേഹം പറയുന്നത് EVM സ്റ്റാൻഡേർഡ് മിഷനാണ്, അതിനെ ടാമ്പർ ചെയ്യുക സാധ്യമല്ല, പക്ഷേ ഹ്യൂമൻ എററുകൾ പലപ്പോഴും ഉണ്ടാകാവുന്നതാണ് എന്നാണ്. അതിന് മറുപടി പറഞ്ഞ ദത്ത അദ്ദേഹത്തോട് പറഞ്ഞത് യു ഹാവ് ടു അലൈ ദ അപ്രിഹെൻഷൻ ബോത്ത് ഇൻ ദ കോർട്ട് ആൻഡ് ഔട്ട്സൈഡ് ദ കോർട്ട്. ലെറ്റ് നോബഡി ഹാവ് ദ അപ്രിഹെൻഷൻ ദാറ്റ് സംതിങ് വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ഈസ് നോട്ട് ബീയിങ് ഡൺ. ഈ ആശങ്ക, ആളുകളുടെ ആശങ്ക കോടതിക്കകത്തും പുറത്തും നിങ്ങൾ പരിഹരിക്കണം. ഒരിക്കലും അവർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സമ്മതിദാനാവകാശം, അവർ തീരുമാനിക്കുന്ന ആ വോട്ട് ആ രീതിയിലല്ല അതിൽ നടക്കുന്നത് എന്ന് പറയുന്ന ഒരാശങ്ക അവർക്ക് ഉണ്ടാകാനേ പാടില്ല. എവരിത്തിങ് കനോട്ട് ബി സസ്പെക്റ്റഡ്. യു കനോട്ട് ബി ക്രിട്ടിക്കൽ ഓഫ് എവരിത്തിങ്. ഇഫ് ദേ ഹാവ് ഡൺ സംതിങ് ഗുഡ് യു ഹാവ് ടു അപ്രിസിയേറ്റ് ഇറ്റ്. യു ഡോണ്ട് ഹാവ് ടു ബി ക്രിട്ടിക്കൽ ഓഫ് എവരിത്തിങ്. ദ ബെഞ്ച് ടോൾഡ് ദ കൗൺസിൽ ഓഫ് വൺ പെറ്റീഷണർ. പെറ്റീഷണർമാരോട് കോടതി പറഞ്ഞത് അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നിങ്ങൾ അംഗീകരിക്കണം, അതിനെ കുറ്റപ്പെടുത്തരുത്. ഇത്തരമൊരു പ്രക്രിയ ഉണ്ടാക്കിയ അവരെ അഭിനന്ദിക്കണം. എന്നാൽ ആ പ്രക്രിയയിലെ അപ്രിഹെൻഷൻസ് എന്തൊക്കെയാണോ അത് ബോധ്യമാകും വിധം പരിഹരിക്കുകയും വേണമെന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിലപാട്. ഒരുപക്ഷെ 2 മണിക്ക് അവർ ഹാജരായി സബ്മിറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള വിവരങ്ങൾ
ഇനി സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവനയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കോടതി പറഞ്ഞതുപോലെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഒരാശങ്ക ഒരു കാരണവശാലും ഗുണകരമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്, അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്.